ഗെയ്സ്, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം ചെയ്ത 23 വയസ്സുള്ള അഫാനെ. അതെ, അതന്നെ ഞാൻ ചോദിക്കാൻ പോകുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ കേസിന് തുമ്പ് കിട്ടുന്നില്ലല്ലോ. ഞാൻ യൂട്യൂബ് തുറന്നു കഴിഞ്ഞ അഫാന്റെ ബന്ധുക്കളെ വെട്ടിക്കൊന്നു. പിന്നെ പറയുന്നത് അഫാനല്ല, അഫാന്റെ ഉമ്മ ഷെമിയാണ് ഇതിന് കാരണം. പിന്നെ കാണുന്നത് അഫാന്റെ ഉമ്മ ഷെമിയല്ല, അഫാന്റെ ഉപ്പ അഷറഫാണ് ഇതിന് കാരണം. പിന്നെ പറയണത് ഇവരാരും അല്ല, അഫാന്റെ ഗേൾ ഫ്രണ്ട് ഫർസാനയാണ് കാരണം. ഇതിൽ ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാല് അഫാന്റെ ഉപ്പാക്ക് ഗൾഫിൽ 15 ലക്ഷം രൂപ മാത്രമേ കടമുള്ളൂ. പക്ഷെ ഈ നാട്ടില് അഫാനും അഫാന്റെ ഉമ്മാക്കും കൂടി 65 ലക്ഷം രൂപ കടമുണ്ട്. എന്താണ് മനസ്സിലാവുന്നില്ല. ഒരു ലോജിക്കില്ലാത്തൊരു കേസായി പോയത്. അഫാന്റെ ഉപ്പാനോട് ചോദിക്കുമ്പോൾ 65 ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് പറയുമ്പോൾ ഞാനിത് അറിഞ്ഞിട്ടില്ല. പിന്നെ അഫാൻ പറയുന്നത് അഫാൻ ഇവിടുന്ന് കടം മേടിച്ചിട്ട് അഫാൻ ഉപ്പാക്ക് 5 ലക്ഷം രൂപ അങ്ങോട്ട് അയച്ചു കൊടുത്തു. എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എന്താണ് ഇവിടെ സത്യത്തിൽ നടക്കുന്നത്? നിങ്ങൾക്ക് വല്ലവർക്കും അറിയുന്നുണ്ടെങ്കിൽ, നിങ്ങളൊക്കെ വീഡിയോ കാണുന്നല്ലേ, വല്ലവർക്കും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ട് ഇതിനെങ്കിലും ഒരു തീരുമാനമാവട്ടെ. എനിക്ക് പറയാനുള്ളത്, ഒന്നില്ലെങ്കിൽ കോടതി അവനെ തൂക്കിക്കൊല്ലണം, അല്ലെങ്കിൽ അവനെ ജനങ്ങളുടെ ഇടയിലോട്ട് കൊണ്ടുവിടണം. ആരെങ്കിലും ഒരാൾ കൊല്ലട്ടെ. അല്ലെങ്കിൽ അവനക്ക് ഒരു എരിവിശോ അല്ലെങ്കിൽ സെല്ലിൽ തൂങ്ങിച്ച അവന് കയറോ അല്ല കൊടുക്ക്. അങ്ങനെങ്കിലും ഈ കേസും തീരട്ടെ. എനിക്കൂടെ യൂട്യൂബ് തുറക്കാൻ വയ്യ. ഈ കേസ് 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 അഫാൻ അഫാൻ അഫാൻ. ഇവന്റെ പേര് കേട്ട് 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 മടുത്ത്. ഇനി ചിലപ്പോ ഞാൻ അഫാന്റെ പേര് കേട്ട് ഞാൻ ചിലപ്പോ ആരെയും കൊല്ലും. അല്ല പിന്നെ അങ്ങനത്തെ അവസ്ഥയിലോട്ട് എത്തിക്കണം. സത്യത്തിൽ നടന്നത് അഫാൻ ഉപ്പാക്ക് ആകെ ടോട്ടൽ 15 ലക്ഷം രൂപ കടമുള്ളൂ. പക്ഷെ അഫാനും അഫാന്റെ ഉമ്മാക്കും ടോട്ടൽ എത്ര ഉണ്ട്? 65 ലക്ഷം രൂപ കടമുണ്ട്. എങ്ങനെ കടം വന്നു? ഈ അഫാൻ പറയുന്ന ചെറ്റ ആർഭാട ജീവിതം നയിക്കാൻ വേണ്ടി തന്നെയാണ് ഈ കടം മേടിച്ചിട്ടുള്ളത്. അതെങ്കിലും മനസ്സിലാക്കിയിട്ട് അവനൊന്ന് തീർക്ക്. ആരെങ്കിലും ഒന്ന് തീർത്തോണ്ട. ആ ചെറ്റന്റെ കാരണം കൊണ്ടാണല്ലോ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. അഫാനൊരു പ്രശ്നമുണ്ട്, വൈരാഗ്യമുള്ള ആളാണ്. അവന് എന്തെങ്കിലും സാധനം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കൊടുക്കാത്ത ആളെ തട്ടും. അത് അവന്റെ ക്യാരക്ടറിൽ ഉള്ളതാ. അപ്പൊ ഈ വീഡിയോ ഇടുന്ന ആൾക്കാർ ശ്രദ്ധിച്ചോ, അഫാനെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്യും, നിങ്ങളെ കൊല്ലും. അതിനു മുമ്പ് വേഗം അവന് തീരുമാനമാക്കിക്കോ. അതായിരിക്കും എല്ലാവർക്കും നല്ലത്. അല്ല പിന്നെ കുറെ ആയത്. സത്യത്തില് ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഈ കേസ് എങ്ങോട്ടാണ് പോണത് എന്നുള്ളത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ ഈ കേസ്, ഈ അഫാന്റെ കൊലപാതകം ഇനി ഒരു സിനിമയായിട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ അഫാനായിരിക്കും നായകനാകുക. അങ്ങനത്തെ കാലാണല്ലോ അല്ലെ. ഒന്നും പറയാൻ പറ്റൂലേ. ഇപ്പോഴത്തെ കുട്ടികളും ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ അങ്ങനത്തെ ആൾക്കാരായി മാറി. അതല്ലേ മാർക്കോ സിൽവയൊക്കെ. ഇതാണ് മിണ്ടിക്കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം. അതുകൊണ്ട് ആരാണ് നടന് ആരാണ് നടിയൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തേന് ഈ അവസ്ഥയാണുള്ളത്. ഓർത്തോ എല്ലാവരും. എന്തായാലും നിങ്ങൾ ഇതിനൊരു തീരുമാനമാക്കിക്കൊണ്ടോ. എനിക്കിത് വയ്യ, കുറെ ആയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെ ചോദ്യം നിങ്ങളെ മനസ്സിലില്ലേ? പറ. ഉണ്ടാകും, എനിക്കറിയാം. ഉപ്പാന്റെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ജീവിക്കേണ്ട ഒരാൾ അതൊന്നും മനസ്സിലാക്കാത്ത അവൻ ആർഭാടത്തോടെ ജീവിച്ച്, അവന് ജീവിക്കാന് 2-3 ബൈക്ക് വേണം, ലക്ഷറി കാറ് വേണം എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. ഇനി ഇതൊക്കെ ഉള്ളതാണോ എന്നുള്ളത് എനിക്കറിയില്ല. അവൻ ചെറുപ്പകാലത്തില് ഐഫോൺ ഇറങ്ങിയ സമയത്ത് അവൻ ഐഫോൺ വേണം എന്ന് പറഞ്ഞൊരു വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐഫോൺ മേടിച്ചു കൊടുക്കാത്ത കാരണം കൊണ്ട് അവൻ എലിവിഷം കഴിച്ചിട്ട് ചാവാൻ നോക്കിയായിരുന്നു. അതിലും ചത്തില്ല. അതിൽ ചത്തുക്കണമെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവൂലേ.